Hi students, it's me Srirag, your physics teacher. Welcome back to my online physics class. So today we continue our third chapter, magnetism. Our next topic is magnetic induction in soft iron and steel. So let's start. Place a soft iron piece on any one pole of a bar magnet as shown in figure. Thrust the free end of the iron piece in a heap of pins and take it out. Count the number of pins that get attracted. Holding the soft iron piece, remove the bar magnet. What do you observe? Why did all the pins fall down? So what is the experiment? ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ബാർ മാഗ്നറ്റ് ഒരു ത്രെഡിൽ കെട്ടിയിട്ട് സസ്പെൻഡ് ചെയ്യുക. ദെൻ ആ ബാർ മാഗ്നറ്റിൻ്റെ ഒരു പോളിലേക്ക് ഒരു സോഫ്റ്റ് അയൺ കോർ പ്ലേസ് ചെയ്യുക. ദെൻ ഈ അറേഞ്ച്മെൻറ്റ് ഒരു ഹീപ്പ് ഓഫ് പിൻസിലേക്ക് കൊണ്ടുവരിക. ദാറ്റ് ഈസ് കുറച്ച് മൊട്ട് സൂചികൾ കൂട്ടിയിട്ട് അതിലേക്ക് താഴ്ത്തി വയ്ക്കുക. ദെൻ അത് പുറത്തേക്ക് എടുക്കുക. സോ ഇത് നമ്മൾ പുറത്തേക്ക് എടുക്കുന്ന സമയത്ത് ഒരുപാട് പിൻസ് അതിൽ അട്രാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? സോ കൗണ്ട് ദ നമ്പർ ഓഫ് പിൻസ് ദാറ്റ് ഗെറ്റ് അട്രാക്റ്റഡ്. സോ ഈ സോഫ്റ്റ് അയൺ കോറിൽ പറ്റി പിടിച്ചിരിക്കുന്ന പിൻസിൻ്റെ നമ്പർ കൗണ്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ ഹോൾഡിംഗ് ദ സോഫ്റ്റ് അയൺ പീസ്, റിമൂവ് ദ ബാർ മാഗ്നറ്റ്. ഈ സോഫ്റ്റ് അയൺ കോർ ഹോൾഡ് ചെയ്തിട്ട് ബാർ മാഗ്നറ്റ് റിമൂവ് ചെയ്യുക. ഓക്കെ, സോ ബാർ മാഗ്നറ്റ് റിമൂവ് ചെയ്താൽ എന്തായിരിക്കും നമ്മുടെ ഒബ്സർവേഷൻസ്? ആ സോഫ്റ്റ് അയൺ കോറിൽ അട്രാക്ട് ചെയ്തിട്ടുള്ള പിൻസൊക്കെ താഴേക്ക് വീഴും. ഇസിൻറ്റ് ഇറ്റ്? ദാറ്റ് ഈസ് ബാർ മാഗ്നറ്റ് റിമൂവ് ചെയ്യുമ്പോൾ സോഫ്റ്റ് അയൺ കോറിൻ്റെ മാഗ്നറ്റിസം ലോസ് ചെയ്യും അല്ലേ? സോ മാഗ്നറ്റിസം ലോസ് ചെയ്താൽ പിന്നീട് അതിലെന്തെങ്കിലും പറ്റി പിടിക്കുമോ? നോ, ദർ ഇസ് നോ അട്രാക്റ്റീവ് ഫോഴ്സ്. ഇസിൻറ്റ് ഇറ്റ്? സോ വൈ ഡിഡ് ആൾ ദ പിൻസ് ഫാൾ ഡൗൺ? സോ എന്തുകൊണ്ടാണ് എല്ലാ പിൻസും താഴേക്ക് ഫാൾ ചെയ്യാൻ കാരണം? Because the soft iron core lost its magnetism, isn't it? That is, ബാർ മാഗ്നറ്റ് റിമൂവ് ചെയ്യുമ്പോൾ സോഫ്റ്റ് അയൺ കോറിൻ്റെ മാഗ്നറ്റിസം അത് ലോസ് ചെയ്യുന്നു. സോ ദ പിൻസ് ഫാൾ ഡൗൺ. ഓക്കെ, ദെൻ റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് യൂസിങ് എ പീസ് ഓഫ് സ്റ്റീൽ ഓഫ് സെയിം സൈസ് ഇൻസ്റ്റെഡ് ഓഫ് ദ സോഫ്റ്റ് അയൺ പീസ്. കൗണ്ട് ദ നമ്പർ ഓഫ് പിൻസ് ദാറ്റ് ഗെറ്റ് സ്റ്റക്ക് ഓൺ ടു ദ പീസ് ഓഫ് സ്റ്റീൽ ആൻഡ് റൈറ്റ് ഇറ്റ് ഡൗൺ. സോ ഇതേ എക്സ്പെരിമെൻറ്റ് ഒരു സ്റ്റീൽ യൂസ് ചെയ്തിട്ട് റിപ്പീറ്റ് ചെയ്യാനാണ് പറയുന്നത്. ദാറ്റ് ഈസ് സോഫ്റ്റ് അയൺ കോറിന് പകരം അതേ സൈസുള്ള ഒരു സ്റ്റീൽ വയ്ക്കുക. ഓക്കെ, ബാർ മാഗ്നറ്റിൻ്റെ ഒരു പോളിൽ ഒരു സ്റ്റീലിൻ്റെ കഷ്ണം വയ്ക്കുക. ദെൻ ഈ അറേഞ്ച്മെൻറ്റ് ഒരു ഹീപ്പ് ഓഫ് പിൻസിലേക്ക് കൊണ്ടുവരാം. ദെൻ അത് മുകളിലോട്ട് കൊണ്ടുവരുമ്പോൾ ആ സ്റ്റീലിൽ പിന്നുകൾ അട്രാക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഇസിൻറ്റ് ഇറ്റ്? സോ കൗണ്ട് ദ നമ്പർ ഓഫ് പിൻസ് ദാറ്റ് ഗെറ്റ് അട്രാക്റ്റഡ് ഓൺ ദ സ്റ്റീൽ. സോ സ്റ്റീലിൽ അട്രാക്ട് ചെയ്തിരിക്കുന്ന പിൻസിൻ്റെ നമ്പർ കൗണ്ട് ചെയ്യാനാണ് പറയുന്നത്. സോ നേരത്തെ സോഫ്റ്റ് അയൺ കോറിൽ അട്രാക്ട് ചെയ്ത അത്രയും പിന്ന് സ്റ്റീലിൽ ഉണ്ടായിരിക്കുമോ? നോ, സ്റ്റീലിൽ അട്രാക്ട് ചെയ്തിരിക്കുന്ന പിൻസിൻ്റെ നമ്പർ കുറവായിരിക്കും. ഓക്കെ, ദെൻ വാട്ട് ഡു യു ഒബ്സർവ് ഓൺ റിമൂവിങ് ദ ബാർ മാഗ്നറ്റ്? ദെൻ ഈ സ്റ്റീൽ ഹോൾഡ് ചെയ്തിട്ട് ബാർ മാഗ്നറ്റ് പെട്ടെന്ന് റിമൂവ് ചെയ്താൽ എന്തായിരിക്കും നമ്മുടെ ഒബ്സർവേഷൻ? ആ സ്റ്റീലിൽ അട്രാക്ട് ചെയ്തിരിക്കുന്ന പിൻസ് താഴേക്ക് ഫാൾ ചെയ്യുമോ? ഓഫ് കോഴ്സ് ഇറ്റ്സ് ഫാൾ ഇറ്റ് ഡൗൺ. സോ എന്തായാലും അത് താഴേക്ക് വീഴും. എന്നാൽ നേരത്തെ സോഫ്റ്റ് അയൺ കോറിൽ നിന്നും വീണ അത്രയും വേഗത്തിൽ അത് താഴേക്ക് ഫാൾ ചെയ്യില്ല. ദാറ്റ് ഈസ് സ്റ്റീലിൽ നിന്നും ബാർ മാഗ്നറ്റ് റിമൂവ് ചെയ്ത് അല്പസമയം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ആ പിൻസ് താഴേക്ക് ഫാൾ ചെയ്യുക. ഓക്കെ, ഡു ആൾ പിൻസ് ഫാൾ ഡൗൺ? വാട്ട് ഈസ് ദ റീസൺ? സോ എല്ലാ പിന്നുകളും താഴേക്ക് വീഴോ? നോ, എല്ലാ പിന്നുകളും ഒരേ സമയം താഴേക്ക് ഫാൾ ചെയ്യില്ല. ഓക്കെ, സാവധാനം മാത്രമേ സ്റ്റീലിൽ നിന്നും പിന്നുകൾ താഴേക്ക് വീഴുള്ളൂ. ഓക്കെ, ബാർ മാഗ്നറ്റ് റിമൂവ് ചെയ്ത ശേഷവും കുറച്ച് സമയം ആ പിന്നുകളെല്ലാം സ്റ്റീലിനോട് അട്രാക്ട് ചെയ്തിരിക്കും. ഓക്കെ, ദെൻ സാവധാനം അത് താഴേക്ക് ഫാൾ ചെയ്യും. സോ വാട്ട് ഈസ് ദ റീസൺ? വി ക്യാൻ ചെക്ക്. ഹിയർ ബോത്ത് സോഫ്റ്റ് അയൺ ആൻഡ് സ്റ്റീൽ ഗെറ്റ് മാഗ്നറ്റൈസ്ഡ് വെൻ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്. സോ ഇവിടെ സോഫ്റ്റ് അയൺ കോറും സ്റ്റീലും മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചപ്പോൾ, ദാറ്റ് ഈസ് മാഗ്നറ്റിൻ്റെ ഒരു പോളിലേക്ക് പ്ലേസ് ചെയ്തപ്പോൾ അത് മാഗ്നറ്റൈസ്ഡ് ആയി അല്ലേ? അതിന് മാഗ്നറ്റിസം കിട്ടി. ഇസിൻറ്റ് ഇറ്റ്? ദെൻ വിച്ച് ഓഫ് ദീസ് ഹാസ് ഗ്രേറ്റർ സസെപ്റ്റിബിലിറ്റി? സോ സസെപ്റ്റിബിലിറ്റി എന്ന് വെച്ചാൽ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ഒക്കർ ചെയ്യാനുള്ള എബിലിറ്റിയാണ് സസെപ്റ്റിബിലിറ്റി. ഓക്കെ, സോ ഹിയർ ഏത് സബ്സ്റ്റൻസിനാണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ പെട്ടെന്ന് ലഭിക്കുന്നത്? ദാറ്റ് ഈസ് ഗ്രേറ്റർ സസെപ്റ്റിബിലിറ്റി ഏതിനാണ്? സോഫ്റ്റ് അയൺ. ഇസിൻറ്റ് ഇറ്റ്? ദാറ്റ് ഈസ് സോഫ്റ്റ് അയണിനാണ് ഗ്രേറ്റർ സസെപ്റ്റിബിലിറ്റി ഉള്ളത്. ഇസിൻറ്റ് ഇറ്റ്? സോ അതുകൊണ്ട് തന്നെയാണ് സോഫ്റ്റ് അയൺ ഹീപ്പ് ഓഫ് പിൻസിലേക്ക് പ്ലേസ് ചെയ്യുമ്പോൾ
ലാർജ് നമ്പർ ഓഫ് പിൻസിനെ അത് അട്രാക്ട് ചെയ്യുന്നത്. ഇസിൻറ്റ് ഇറ്റ്? ദാറ്റ് ഈസ് ഒരുപാട് പിന്നുകൾ സോഫ്റ്റ് അയണിലേക്ക് പറ്റിപ്പിടിക്കുന്നുണ്ട് അല്ലേ? സോ പെട്ടെന്ന് മാഗ്നറ്റിസം അക്വയർ ചെയ്യാനുള്ള എബിലിറ്റി ആർക്കാണ് കൂടുതൽ? സോഫ്റ്റ് അയണിനാണ്. ഓക്കെ, ദെൻ വിച്ച് ഓഫ് ദീസ് ഹാസ് ഗ്രേറ്റർ റെറ്റൻറ്റിവിറ്റി? സോ വാട്ട് ഈസ് റെറ്റൻറ്റിവിറ്റി? റെറ്റൻറ്റിവിറ്റി മീൻസ് മാഗ്നറ്റിസം ഒരുപാട് ടൈം റിറ്റെയിൻ ചെയ്യാനുള്ള എബിലിറ്റിയാണ് റെറ്റൻറ്റിവിറ്റി. ഓക്കെ, ദാറ്റ് ഈസ് ഒരു സബ്സ്റ്റൻസ് അക്വയർ ചെയ്തിട്ടുള്ള മാഗ്നറ്റിസം ഒരുപാട് സമയം നിലനിർത്താനുള്ള കഴിവാണ് റെറ്റൻറ്റിവിറ്റി. ഓക്കെ, സോ ഹിയർ ഏത് മെറ്റീരിയലിനാണ് റെറ്റൻറ്റിവിറ്റി കൂടുതലുള്ളത്? ദ ആൻസർ ഈസ് സ്റ്റീൽ. ഇസിൻറ്റ് ഇറ്റ്? സ്റ്റീലിനാണ് റെറ്റൻറ്റിവിറ്റി കൂടുതലുള്ളത് അല്ലേ? ദാറ്റ് ഈസ് സ്റ്റീലിൽ നിന്നും ബാർ മാഗ്നറ്റ് റിമൂവ് ചെയ്താലും അല്പസമയം കൂടെ ആ പിൻസൊക്കെ സ്റ്റീലിൽ അട്രാക്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഇസിൻറ്റ് ഇറ്റ്? സോ മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്താലും മാഗ്നറ്റിസം റിട്ടേൺ ചെയ്യാനുള്ള എബിലിറ്റി സ്റ്റീലിനാണ് കൂടുതൽ. ഇസിൻറ്റ് ഇറ്റ്? എന്നാൽ വളരെ പെട്ടെന്ന് മാഗ്നറ്റിസം ഇൻഡ്യൂസ് ചെയ്യാൻ സ്റ്റീലിന് സാധിക്കില്ല. ഇസിൻറ്റ് ഇറ്റ്? മാഗ്നറ്റിക് ഇൻഡക്ഷൻ വളരെ സ്ലോ ആയിട്ടാണ് സ്റ്റീലിൽ സംഭവിക്കുന്നത്, എന്നാൽ അത് റിട്ടേൺ ചെയ്യാൻ സ്റ്റീലിനുള്ള എബിലിറ്റി കൂടുതലാണ്. ഓക്കെ, അതായത് പെട്ടെന്ന് മാഗ്നറ്റിസം ഇൻഡ്യൂസ് ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്താൽ അത് അക്വയർ ചെയ്തിട്ടുള്ള മാഗ്നറ്റിസം നഷ്ടപ്പെടുകയും ചെയ്യും. ഇസിൻറ്റ് ഇറ്റ്? സോ സസെപ്റ്റിബിലിറ്റി കൂടുതൽ സോഫ്റ്റ് അയണിനാണ്, റെറ്റൻറ്റിവിറ്റി കൂടുതൽ സ്റ്റീലിനാണ്. ഓക്കെ, ദെൻ ഓൺ ദ ബേസിസ് ഓഫ് പ്രോപ്പർട്ടീസ് യു ഹാവ് ഐഡന്റിഫൈഡ് വിച്ച് ഈസ് സ്യൂട്ടബിൾ ഫോർ മേക്കിംഗ് സ്ട്രോങ് ടെമ്പററി മാഗ്നറ്റ്സ്. സോ മാഗ്നറ്റിൻ്റെ ഒരുപാട് പ്രോപ്പർട്ടീസ് നിങ്ങളിപ്പോൾ പഠിച്ചു അല്ലേ? സോ ഇതിൽ നിന്നും നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത ഈ പ്രോപ്പർട്ടീസിൽ നിന്നും സ്ട്രോങ് ടെമ്പററി മാഗ്നറ്റ് മേക്ക് ചെയ്യാൻ ഏത് മെറ്റീരിയലാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? സോഫ്റ്റ് അയൺ ആണ് അല്ലേ? ദാറ്റ് ഈസ് പെട്ടെന്ന് മാഗ്നറ്റിസം ഇൻഡ്യൂസ് ചെയ്യാനുള്ള കഴിവ് സോഫ്റ്റ് അയൺ ആണ്. ഇസിൻറ്റ് ഇറ്റ്? സോ നമുക്ക് ആവശ്യമുള്ളത് സ്ട്രോങ് ടെമ്പററി മാഗ്നറ്റ് ആണ് അല്ലേ? സോ സോഫ്റ്റ് അയൺ ഇൻഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിസം സ്ട്രോങ് ആയിരിക്കും, ബട്ട് ഇറ്റ് ലോസ് ദ മാഗ്നറ്റിസം വെൻ ദ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് റിമൂവ്ഡ്. ഇസിൻറ്റ് ഇറ്റ്? സോ മാഗ്നറ്റിക് ഫീൽഡ് റിമൂവ് ചെയ്താൽ അത് മാഗ്നറ്റിസം ലോസ് ചെയ്യും അല്ലേ? ബട്ട് ദ മാഗ്നറ്റിസം ഈസ് വെരി സ്ട്രോങ്. സോ മാഗ്നറ്റിസം സ്ട്രോങ് ആയിരിക്കും, ബട്ട് ഇറ്റ് ഈസ് ടെമ്പററി. ഓക്കെ, ദെൻ റൈറ്റ് ഡൗൺ വിച്ച് മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഓഫ് സ്റ്റീൽ ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് പെർമനന്റ് മാഗ്നറ്റ്സ്. സോ പെർമനന്റ് മാഗ്നറ്റ്സ് മേക്ക് ചെയ്യാൻ സ്റ്റീലാണ് യൂസ് ചെയ്യുക അല്ലേ? ബിക്കോസ് മാഗ്നറ്റിസം ഒരുപാട് സമയം റിറ്റെയിൻ ചെയ്യാൻ സ്റ്റീലിനാണ് സാധിക്കുന്നത് അല്ലേ? സോ പെർമനന്റ് മാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ സ്റ്റീലിനെ സ്യൂട്ടബിൾ ആക്കുന്നത് സ്റ്റീലിന്റെ ഏത് മാഗ്നറ്റിക് പ്രോപ്പർട്ടിയാണ്? റെറ്റൻറ്റിവിറ്റി. ഇസിൻറ്റ് ഇറ്റ്? സോ ഗ്രേറ്റർ റെറ്റൻറ്റിവിറ്റി ഉള്ളത് കൊണ്ടാണ് സ്റ്റീലിനെ പെർമനന്റ് മാഗ്നറ്റ്സ് ഉണ്ടാക്കാൻ സ്യൂട്ടബിൾ ആക്കുന്നത് അല്ലേ? ദെൻ ദർ ഇസ് എ ടേബിൾ. ദ ഫസ്റ്റ് വൺ ഈസ് സോഫ്റ്റ് അയൺ ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് സ്റ്റീൽ. സോ സോഫ്റ്റ് അയണിന്റെയും സ്റ്റീലിന്റെയും മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് എഴുതിയിട്ടുള്ള രണ്ട് കോളമാണുള്ളത്. സോ ഈ ടേബിൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യാം. So in the first column, soft iron, the ability to retain magnetism acquired, that is retentivity, is very low. So soft iron retentivity very low ആണ്. Then what about steel? So steel ന്റെ retentivity എങ്ങനെയാണ്? The ability to retain magnetism acquired, that is retentivity, is very high, isn't it? Then steel ന്റെ അടുത്ത പ്രോപ്പർട്ടി എന്താണ്? Is not easily subjected to magnetic induction. In other words, its susceptibility is very low. So സ്റ്റീലിന്റെ സസെപ്റ്റിബിലിറ്റി വെരി ലോ ആണ്. ദാറ്റ് ഈസ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ സ്ലോ ആയിട്ടേ നടക്കുള്ളൂ. ഇസിൻറ്റ് ഇറ്റ്? സോ വാട്ട് അബൌട്ട് സോഫ്റ്റ് അയൺ? ഇറ്റ് ഈസ് ഈസിലി സബ്ജക്റ്റഡ് ടു മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ദാറ്റ് ഈസ് ഇറ്റ്സ് സസെപ്റ്റിബിലിറ്റി ഈസ് വെരി ഹൈ. ഇസിൻറ്റ് ഇറ്റ്? സോ എല്ലാവരും ഇത് എഴുതി ടേബിൾ കംപ്ലീറ്റ് ചെയ്യുക. ദെൻ അവർ നെക്സ്റ്റ് ടോപ്പിക് ഈസ് പെർമിയബിലിറ്റി. Place an iron ring or a large iron nut between poles of two magnets as shown in figure. Place a thin glass plate above them and sprinkle iron filings on it. Tap gently on the glass plate. What do you observe? Do the iron filings stick on the hollow part of the nut? So what is our experiment? ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ രണ്ട് മാഗ്നറ്റിക് പോൾസിൻ്റെ ഇടയിൽ ഒരു ലാർജ് അയൺ നട്ട് ഓർ ലാർജ് അയൺ റിങ് പ്ലേസ് ചെയ്യുക. ദെൻ അതിന് മുകളിലായിട്ട് ഒരു തിൻ ഗ്ലാസ് പ്ലേറ്റ് വെക്കുക. ദെൻ ആ ഗ്ലാസ് പ്ലേറ്റിന് മുകളിലേക്ക് അയൺ ഫൈലിങ്സ് സ്പ്രിങ്കിൾ ചെയ്യുക. ദാറ്റ് ഈസ് ഇരുമ്പ് പൊടി മുകളിലേക്ക് വിതറുക. ദെൻ ആ ഗ്ലാസ് പ്ലേറ്റ്
മെല്ലെ ഒന്ന് തട്ടി കൊടുക്കുക. സോ ഗ്ലാസ് പ്ലേറ്റ് തട്ടുമ്പോൾ ഇരുമ്പ് പൊടി താഴേക്ക് വീഴും അല്ലേ? സോ വാട്ട് ഡു യു ഒബ്സർവ്? സോ എന്താണ് നമ്മൾ ഒബ്സർവ് ചെയ്യുക? ദാറ്റ് ഈസ് അയൺ ഫൈലിങ്സ് താഴേക്ക് വീഴുമ്പോൾ, ഗ്ലാസ് പ്ലേറ്റിൽ നിന്നും താഴേക്ക്, ദാറ്റ് ഈസ് ഈ ലാർജ് അയൺ നട്ടിലേക്ക് വീഴുമ്പോൾ എന്തായിരിക്കും നമ്മുടെ ഒബ്സർവേഷൻസ്? ഡു ദ അയൺ ഫൈലിങ്സ് സ്റ്റിക്ക് ടു ദ ഹോളോ പാർട്ട് ഓഫ് ദ നട്ട്? സോ ഈ അയൺ നട്ടിന്റെ ഹോളോ പാർട്ടിലെ, ദാറ്റ് ഈസ് ആ സർക്കിൾ ഭാഗത്ത് അയൺ ഫൈലിങ്സ് സ്റ്റിക്ക് ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത്. നോ. കമ്പയർ ദ പാറ്റേൺ യു ഗോട്ട് വിത്ത് ദ വൺ ഗിവൺ ഇൻ ദ ഫിഗർ. വാട്ട് ഇൻഫറൻസ് ഡു യു അറൈവ് അറ്റ്? സോ ഈ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ അയൺ ഫൈലിങ്സ് താഴേക്ക് ഫോളോ ചെയ്യുമ്പോൾ കിട്ടുന്ന പാറ്റേൺ ഇവിടെ ഫിഗറിൽ കൊടുത്തിരിക്കുന്ന പാറ്റേണുമായിട്ട്, ദാറ്റ് ഈസ് ഈ ഫിഗറുമായിട്ട് കമ്പയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഈ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെയായിരിക്കും അയൺ ഫൈലിങ്സ് പ്ലേസ് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് ഈ അയൺ നട്ടിന്റെ ഹോളോ പാർട്ടിൽ അയൺ ഫൈലിങ്സ് സ്റ്റിക്ക് ചെയ്യില്ല. ഓക്കെ, ബിക്കോസ് ദ എബിലിറ്റി ഓഫ് സോഫ്റ്റ് അയൺ ടു പെർമിറ്റ് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് പാസ് ത്രൂ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് എയർ. That is, magnetic lines of force pass more easily through soft iron than through air. That is, magnetic lines of forceനെ എയറിലൂടെ പാസ് ചെയ്യുന്നതിനേക്കാൾ ഈസി ആയിട്ട് സോഫ്റ്റ് അയണിലൂടെ പാസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ അയൺ ഫൈലിങ്സ് താഴേക്ക് വീഴുന്ന സമയത്ത് ഈ സോഫ്റ്റ് അയൺ റിങ് ഈ അയൺ ഫൈലിങ്സിനെ അട്രാക്ട് ചെയ്യും. ഓക്കെ, സോ അതിന്റെ ഹോളോ പാർട്ടിൽ എയർ ആയിരിക്കും ഉണ്ടായിരിക്കുക അല്ലേ? സോ എയറിനേക്കാളും ഈസി ആയിട്ട് മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ സോഫ്റ്റ് അയണിലൂടെ പാസ് ചെയ്യാൻ സാധിക്കും. സോ സോഫ്റ്റ് അയണിലേക്ക് ആ അയൺ ഫൈലിങ്സിനെ മൊത്തം അട്രാക്ട് ചെയ്യും. ഓക്കെ, സോ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ഏത് ഭാഗത്തായിരിക്കും കൂടുതൽ ഉണ്ടായിരിക്കുക? സോഫ്റ്റ് അയണിൽ അല്ലേ? ദാറ്റ് ഈസ് ആ ഹോളോ പാർട്ടിൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സ് തീരെ ഉണ്ടായിരിക്കില്ല. ഓക്കെ, ദാറ്റ് ഈസ് എയറിൽ പാസ് ചെയ്യുന്നതിനേക്കാളും ഈസി ആയിട്ട് പാസ് ചെയ്യാൻ സാധിക്കുന്നത് സോഫ്റ്റ് അയണിലൂടെ ആയിരിക്കും. ഓക്കെ, സോ സോഫ്റ്റ് അയണിൽ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിന്റെ ഡെൻസിറ്റി കൂടുതലായിരിക്കും, ദാറ്റ് ഈസ് അതിന്റെ ഫ്ലക്സ് ഡെൻസിറ്റി കൂടുതലായിരിക്കും. ഓക്കെ, സോ വാട്ട് ഈസ് മാഗ്നറ്റിക് ഫ്ലക്സ് ഡെൻസിറ്റി എന്ന് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ സ്റ്റഡി ചെയ്തതാണ്, ഇസ്ന്റ് ഇറ്റ്? സോ ഫ്ലക്സ് ഡെൻസിറ്റി സോഫ്റ്റ് അയണിലായിരിക്കും ഗ്രേറ്റർ. ഓക്കെ, സോ അയൺ ഫൈലിങ്സ് ഈ സോഫ്റ്റ് അയൺ റിങ്ങിന്റെ ഹോളോ പാർട്ടിൽ സ്റ്റിക്ക് ചെയ്യില്ല. ഓക്കെ, ബാക്കിയുള്ള ഭാഗത്തായിരിക്കും സ്റ്റിക്ക് ചെയ്യുക. ക്ലിയർ? Permeability is the ability of substances to pass magnetic lines of force through them. That is, ഒരു സബ്സ്റ്റൻസിലൂടെ മാഗ്നറ്റിക് ലൈൻസ് ഓഫ് ഫോഴ്സിനെ പാസ് ചെയ്യാനുള്ള ആ സബ്സ്റ്റൻസിന്റെ എബിലിറ്റിയാണ് പെർമിയബിലിറ്റി. ഓക്കെ, ഓൺ ദ ബേസിസ് ഓഫ് യുവർ ഫൈൻഡിങ്സ് ക്യാൻ യു സജസ്റ്റ് എ മെത്തേഡ് ടു ഇൻക്രീസ് ഫ്ലക്സ് ഡെൻസിറ്റി അറ്റ് എ പോയിന്റ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ്? Then the magnetic compass is not made by arranging magnetic needle inside a soft iron case. Why? സോ ഒരു സോഫ്റ്റ് അയൺ കേസിനുള്ളിൽ മാഗ്നറ്റിക് നീഡിൽ അറേഞ്ച് ചെയ്തിട്ട് മാഗ്നറ്റിക് കോമ്പാസ് മേഡ് ചെയ്യാറില്ല. ഓക്കെ, സോ എങ്ങനെയാണ് മാഗ്നറ്റിക് കോമ്പാസ് മേഡ് ചെയ്യുക എന്ന് നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലെ? അലൂമിനിയം കേസിനുള്ളിലാണ് മാഗ്നറ്റിക് നീഡിൽ പ്ലേസ് ചെയ്യുന്നത് അല്ലെ? ദാറ്റ് ഈസ് ഒരു അലൂമിനിയം കേസിനുള്ളിൽ മാഗ്നറ്റിക് നീഡിൽ പ്ലേസ് ചെയ്തിട്ടാണ് മാഗ്നറ്റിക് കോമ്പാസ് നിർമ്മിക്കുന്നത് അല്ലെ? ദെൻ മാഗ്നറ്റിക് നീഡിൽസ് ആർ യൂഷ്വലി ആർട്ടിഫിഷ്യൽ മാഗ്നറ്റ്സ്. Alloys are used to make artificial magnets. How do you make strong magnets using these alloys? So magnetic needles artificial magnets ആണ്. Then alloys are used to make artificial magnets. So artificial magnets make ചെയ്യാൻ ഉണ്ടാക്കുന്ന മെറ്റീരിയൽ ഏതാണ്? alloys ആണ്. Okay. Then our last topic in the chapter is electro magnet. Wind a few turns of insulated copper wire on an iron nail. Connect the ends of the wire to a sail. Bring some pins near the nail. What do you observe? Why does the nail attract the pins? So what is our experiment? ഒരു അയൺ നെയിൽ എടുത്തിട്ട് ആ നെയിലിന് പുറത്ത് ഇൻസുലേറ്റഡ് കോപ്പർ വയർ വൗണ്ട് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് ഒരു ഇരുമ്പാണിയിൽ ചെമ്പ് കമ്പി ചുറ്റി വെക്കുക. ഓക്കെ, സോ ഇവിടെ ഫിഗറിൽ കാണുന്ന പോലെ ഒരു ഇരുമ്പാണിയിൽ ചെമ്പ് കമ്പി ഒരുപാട് ചുറ്റുകളാക്കി വെക്കുക. ദെൻ ആ കോപ്പർ വയറിന്റെ എൻസ് ഒരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, ദെൻ ഈ അയൺ നെയിലിന് അടുത്തേക്ക് കുറച്ച് പിൻസ് കൊണ്ടുവരിക. ഓക്കെ, കുറച്ച് മുട്ടു സൂചികൾ കൊണ്ടുവരിക. സോ വാട്ട് ഈസ് അവർ ഒബ്സർവേഷൻസ്? സോ എന്തായിരിക്കും നമ്മുടെ ഒബ്സർവേഷൻ? ദ നെയിൽ അട്രാക്ട്സ് ദ പിൻസ്. ദാറ്റ് ഈസ് ഈ ഇരുമ്പാണി ആ പിന്നുകളെ അട്രാക്ട് ചെയ്യും. ഓക്കെ, ദെൻ ഈ കോപ്പർ വയറിന്റെ ബാറ്ററിയുമായിട്ടുള്ള കണക്ഷൻ റിമൂവ് ചെയ്താൽ എന്തായിരിക്കും സംഭവിക്കുക?
ആ അട്രാക്ഷൻ ലോസ് ചെയ്തിട്ട് ആ പിന്നുകളൊക്കെ താഴേക്ക് ഫാൾ ചെയ്യും. ഓക്കെ, സോ എന്തുകൊണ്ടാണ് ഈ അയൺ നൈൽ ഈ പിൻസിനെ അട്രാക്ട് ചെയ്യുന്നത്? അയൺ നൈലിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ ഈ അയൺ നൈൽ ഒരു മാഗ്നറ്റ് ആയിട്ട് മാറുക ചെയ്യുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഈ അയൺ നൈലിന് എറൗണ്ട് ആയിട്ട് ഒരു മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യും. സോ ആ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത് കൊണ്ടാണ് ഈ പിൻസിനെ അയൺ നൈൽ അട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, റിപ്പീറ്റ് ദ എക്സ്പെരിമെന്റ് ഇൻക്രീസിംഗ് ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് വയർ, ഇൻക്രീസിംഗ് ദ നമ്പർ ഓഫ് സെയിൽസ് ആൻഡ് യൂസിംഗ് മോർ ദാൻ വൺ നെയിൽ ഹെൽഡ് ടുഗദർ. റൈറ്റ് ഡൗൺ യുവർ ഫൈൻഡിങ്സ് ഇൻ ദ സയൻസ് ഡയറി. സോ എങ്ങനെയാണ് നമ്മൾ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യേണ്ടത്? ഇൻക്രീസിംഗ് ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് വയർ, ദാറ്റ് ഈസ് അയൺ നൈലിൽ ചുറ്റിയിരിക്കുന്ന കോപ്പർ വയറിന്റെ ചുറ്റുകളുടെ എണ്ണം, ദാറ്റ് ഈസ് നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യുക. ഓക്കെ, ദാറ്റ് ഈസ് അയൺ നൈലിൽ കോപ്പർ വയർ ഒരുപാട് ചുറ്റിവെക്കുക. ദെൻ ഇൻക്രീസിംഗ് ദ നമ്പർ ഓഫ് സെൽസ്, ദാറ്റ് ഈസ് ബാറ്ററിയുടെ എണ്ണം കൂട്ടുക. സോ ബാറ്ററിയുടെ എണ്ണം കൂട്ടുമ്പോൾ ഇലക്ട്രിസിറ്റി ഇൻക്രീസ് ചെയ്യും, അല്ലെ, കറണ്ട് ഇൻക്രീസ് ചെയ്യും. ദാറ്റ് ഈസ് അയൺ നൈലിലൂടെ പാസ് ചെയ്യുന്ന ഇലക്ട്രിസിറ്റിയുടെ എമൗണ്ട് ഇൻക്രീസ് ചെയ്യും. ദെൻ യൂസിങ് മോർ ദാൻ വൺ നെയിൽ ഹെൽഡ് ടുഗദർ, ദാറ്റ് ഈസ് ഒരു നെയിൽ കൂടി ഈ നെയിലുമായിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, സോ ഇങ്ങനെയൊക്കെ ചെയ്ത് എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്താൽ നേരത്തെ അട്രാക്ട് ചെയ്തതിനേക്കാൾ കൂടുതൽ നമ്പർ പിൻസിനെ ഈ അയൺ നെയിൽ അട്രാക്ട് ചെയ്യും. ദെൻ നേരത്തെക്കാളും ഫാസ്റ്റ് ആയിട്ട് പിൻസിനെ അട്രാക്ട് ചെയ്യും. ഓക്കെ, സോ കോപ്പർ വയറിന്റെ നമ്പർ ഓഫ് ടേൺസ് ഇൻക്രീസ് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ നമ്പർ ഓഫ് സെൽസ് ഇൻക്രീസ് ചെയ്യുമ്പോഴും ദെൻ മോർ ദാൻ വൺ നെയിൽ യൂസ് ചെയ്യുമ്പോഴും എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അയൺ നെയിലിന് എറൗണ്ട് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്യാണ്. ഇസ്ന്റ് ഇറ്റ്? സോ മാഗ്നറ്റിക് ഫീൽഡ് ഇൻക്രീസ് ചെയ്താൽ മാഗ്നറ്റിസം ഇൻക്രീസ് ചെയ്യും. സോ ഒരുപാട് പിൻസിനെ വെരി ഫാസ്റ്റ് ആയിട്ട് അട്രാക്ട് ചെയ്യാൻ സാധിക്കും. ഇസ്ന്റ് ഇറ്റ്? ദെൻ ഇലക്ട്രോ മാഗ്നറ്റ്സ് ക്യാൻ ബി മെയ്ഡ് ബൈ പാസിംഗ് ഇലക്ട്രിക് കറന്റ് ത്രൂ ഇൻസുലേറ്റഡ് കോപ്പർ വയർ വൗണ്ട് ഓൺ എ സോഫ്റ്റ് അയൺ പീസ്. സോ ഒരു സോഫ്റ്റ് അയൺ പീസിൽ ഇൻസുലേറ്റഡ് കോപ്പർ വയർ വൗണ്ട് ചെയ്തിട്ട് അതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ അത് ഒരു ഇലക്ട്രോ മാഗ്നറ്റ് ആയിട്ട് മാറും. ഓക്കെ, സോ എന്തുകൊണ്ടാണ് ഇതിനെ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് വിളിക്കാൻ കാരണം? ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ടാണ് ഇവിടെ മാഗ്നറ്റിസം ഇൻഡ്യൂസ് ചെയ്യുന്നത്, അല്ലെ? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോഴാണ് ഈ സോഫ്റ്റ് അയൺ കോർ ഒരു മാഗ്നറ്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ, സോ അതുകൊണ്ടാണ് ഇതിനെ ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് വിളിക്കുന്നത്. ക്ലിയർ? സോ നമുക്കും ഒരു മാഗ്നറ്റ് ഉണ്ടാക്കാൻ സാധിക്കും. എങ്ങനെയാ? നിങ്ങളുടെ വീട്ടിലുള്ള ഇരുമ്പാണിയും ചെമ്പ് കമ്പിയും ഒരു ബാറ്ററിയും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഒരു മാഗ്നറ്റ് ഉണ്ടാക്കാൻ സാധിക്കും, അല്ലേ? സോ എങ്ങനെയാ മാഗ്നറ്റ് ഉണ്ടാക്കുക? ഒരു ഇരുമ്പാണിയിൽ ചെമ്പ് കമ്പി ചുറ്റി വെച്ചിട്ട് ആ ചെമ്പ് കമ്പിയുടെ രണ്ട് അറ്റങ്ങൾ ഒരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്യുക. ദെൻ ഈ അയൺ നൈലിനടുത്തേക്ക് കുറച്ച് പിൻസ് കൊണ്ടുവന്നാൽ ആ പിൻസിനെ ഈ അയൺ നൈൽ അട്രാക്ട് ചെയ്യും. ഇസ്ന്റ് ഇറ്റ്? Then the strength of the electromagnets made in this way depends on the number of turns of the coiled conductor, then the strength of the current and the area of cross section of the soft iron placed inside the coil. So ഇവിടെ ഇൻഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിസം എങ്ങനെയൊക്കെ നമുക്ക് ഇൻക്രീസ് ചെയ്യിപ്പിക്കാം? ബൈ ഇൻക്രീസിംഗ് ദ നമ്പർ ഓഫ് ടേൺസ് ആൻഡ് ബൈ ഇൻക്രീസിംഗ് ദ സ്ട്രെങ്ത് ഓഫ് ദ കറന്റ് ആൻഡ് ദ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് ദ സോഫ്റ്റ് അയൺ പ്ലേസ്ഡ് ഇൻസൈഡ് ദ കോയിൽ. ഓക്കെ, സോ ഇലക്ട്രോ മാഗ്നറ്റ്സിന്റെ സ്ട്രെങ്ത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ കോയിൽ, ദെൻ സ്ട്രെങ്ത് ഓഫ് ദ കറന്റ്, ദെൻ ഏരിയ ഓഫ് ദി ക്രോസ് സെക്ഷൻ ഓഫ് ദി സോഫ്റ്റ് അയൺ പ്ലേസ്ഡ് ഇൻസൈഡ് ദ കോയിൽ. ഇസ്ന്റ് ഇറ്റ്? All electromagnets are temporary magnets. If the current ceases to flow, the magnetism of the soft iron core is lost. So എല്ലാ ഇലക്ട്രോമാഗ്നറ്റ്സും ടെമ്പററി മാഗ്നറ്റ്സ് ആണ്. ബിക്കോസ് ഇലക്ട്രിസിറ്റി ലോസ് ചെയ്താൽ മാഗ്നറ്റിസവും ലൂസ് ചെയ്യും. Isn't it? Then repeat the experiment using a steel nail instead of the soft iron nail. Is the magnetism of the steel nail lost on stopping the supply of current? Examine. Write down your findings in the science diary. Then experiment എങ്ങനെയാണ് നമ്മളോട് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞത്? അയൺ നെയിലിന് ഇൻസ്റ്റഡ് ആയിട്ട് സ്റ്റീൽ നെയിൽ യൂസ് ചെയ്യുക. ഓക്കെ, സോ സ്റ്റീൽ നെയിൽ യൂസ് ചെയ്താൽ അവിടെ മാഗ്നറ്റിസം ഇൻഡ്യൂസ് ചെയ്യില്ലേ? ഇൻഡ്യൂസ് ചെയ്യും. ദെൻ എന്തായിരിക്കും അവിടെ ഉണ്ടാകുന്ന ചേഞ്ച്? ഇലക്ട്രിസിറ്റി ലോസ് ചെയ്താലും അല്പസമയം കൂടെ സ്റ്റീലിൽ മാഗ്നറ്റിസം ഉണ്ടായിരിക്കും, അല്ലേ? ബിക്കോസ് സ്റ്റീൽ ഹാസ് ഗ്രേറ്റർ റെറ്റൻറ്റിവിറ്റി. ഇസ്ന്റ് ഇറ്റ്? സോ സ്റ്റീലിന് റെറ്റൻറ്റിവിറ്റി കൂടുതലാണ്, അല്ലേ? അതായത് അക്യൂർ ചെയ്ത മാഗ്നറ്റിസം ഒരുപാട് സമയം റീറ്റെയിൻ ചെയ്യാനുള്ള എബിലിറ്റി സ്റ്റീലിന് ഹൈ ആണ്. സോ ഇലക്ട്രിസിറ്റി ലോസ് ചെയ്ത് അല്പസമയം കൂടെ സ്റ്റീലിന് അറൌണ്ട് ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടായിരിക്കും. ഓക്കെ, സോ ഇലക്ട്രിസിറ്റിയുടെ സപ്ലൈ റിമൂവ് ചെയ്താലും അല്പസമയം കൂടെ സ്റ്റീലിൽ മാഗ്നറ്റിസം റിമെയിൻ ചെയ്യും. ഇസ്ന്റ് ഇറ്റ്?
സോ സ്റ്റീലിൽ അട്രാക്ട് ചെയ്തിട്ടുള്ള പിൻസൊക്കെ അല്പസമയം കഴിഞ്ഞിട്ട് താഴേക്ക് ഫോൾ ചെയ്യുള്ളൂ. ഇസിൻറ്റ് ഇറ്റ്? സോ ഇതോടുകൂടി മാഗ്നറ്റിസം എന്ന് പറയുന്ന നമ്മുടെ ചാപ്റ്റർ കംപ്ലീറ്റ് ആയി. ഓക്കെ, സോ ഇന്നത്തെ നിങ്ങളുടെ അസൈൻമെന്റ് എന്ന് പറയുന്നത് ഇന്നത്തെ ക്ലാസ്സിന്റെ നോട്ട് പ്രിപ്പയർ ചെയ്യലാണ്. ഓക്കെ, സോ ആൻസർ ഒക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. സോ എല്ലാവരും വീഡിയോ പോസ് ചെയ്ത് ശ്രദ്ധിച്ച് കേട്ട് ആൻസർ ഒക്കെ എഴുതിയെടുക്കുക. ഓക്കെ, എന്നിട്ട് നല്ല രീതിയിൽ വൃത്തിയായിട്ട് നോട്ട് പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, so on the next class we will take our next chapter. Okay, so see you on the next class. Thank you.